പോലീസിനെതിരെ ഭീഷണി പ്രസംഗവുമായി മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് UA റസാഖ്. പ്രവർത്തകരെ വേട്ടയാടിയാൽ പോലീസുകാർ വീട്ടിൽ കിടന്നുറങ്ങില്ല. പോലീസ് സ്റ്റേഷൻ അകത്ത് കയറാനും മടിയില്ല. ലീഗിന്റെ നേതാക്കളുടെ വീട്ടിൽ അനാവശ്യമായി പോലീസ് കയറിയാൽ തിരിച്ചും വേട്ടയാടുമെന്നും നിയമപരമായും അല്ലാതെയും പോലീസിനെ നേരിടുമെന്നും ഭീഷണി. മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെ പെട്ടെന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത്. എന്തിനാണ് ഈ സമരം എന്ന് ചോദിച്ചാൽ SP മാപ്പ് പറഞ്ഞു അവസാനം എന്നാണ് നമ്മളോട് MLA പറയുന്നത്. SP മാപ്പ് പറഞ്ഞതുകൊണ്ട് മാത്രം ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഈ മാർച്ച് അവസാനിപ്പിക്കണം. അല്ലായിരുന്നെങ്കിൽ അകത്ത് കയറാൻ മടിയില്ല എന്നുള്ളതാണ് ബാക്കിലിരിക്കുന്ന പോലീസുകാരോടും മുന്നിലിരിക്കുന്ന പോലീസുകാരോടും സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാക്കളുടെ വീട്ടിലാണ് നിങ്ങൾ കയറിയത്. കൃത്യമായി എന്തെങ്കിലും കാരണമുണ്ടായിട്ടാണ് കയറിയതെങ്കിൽ അത് ഞങ്ങൾ അംഗീകരിക്കും. എന്നാൽ വെറും തോന്നിയാസമാണ് നിങ്ങൾ കാണിച്ചത് കൊണ്ട് തന്നെ നിങ്ങളും വീട്ടിൽ കിടന്നുറങ്ങില്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പ്രിയപ്പെട്ട ടോമി സാറോട് സൂചിപ്പിക്കാനുള്ളത്, തിരൂരങ്ങാടിയിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെയും മുസ്ലിം ലീഗിന്റെയും പ്രവർത്തകരെ വീട്ടിൽ കയറി തൊട്ട് തിരൂരങ്ങാടി സ്റ്റേഷൻ പരിധി കടുക്കാമെന്ന് ഒരു പോലീസുകാരനും കരുതണ്ട. അനാവശ്യമായി ഞങ്ങളുടെ പ്രവർത്തകരെ വേട്ടയാടിയാൽ തിരിച്ചും വേട്ടയാടേണ്ടി വരും. അത് ഏത് നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലാത്ത നിലക്കാണെങ്കിൽ അങ്ങനെ എന്നുള്ളത് സൂചിപ്പിക്കണം. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, പരസ്യമായ ഭീഷണി പ്രസംഗമാണ് പോലീസിന് നേരെ. തീർച്ചയായും നമ്മൾ ഇപ്പോൾ കേട്ടത് തിരൂരങ്ങാടിയിലെ യൂത്ത് ലീഗിന്റെ മണ്ഡലം പ്രസിഡന്റ് UA റസാഖിന്റെ വാക്കുകളാണ്. അദ്ദേഹം ഇന്നലെ തിരൂരങ്ങാടിയിൽ ഒരു പൊതു പരിപാടിയിലാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയത്. അതായത് തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷന് നേരെ യൂത്ത് ലീഗ് പ്രവർത്തകർ മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ചിൽ ആണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രസംഗം നടത്തിയത്. കൃത്യമായി തന്നെ പോലീസിന് നേരെയുള്ള ഒരു ഭീഷണിയാണ് ഈ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായിരുന്നത്. പോലീസുകാർ സ്വസ്ഥമായി വീട്ടിൽ കിടന്ന് ഉറങ്ങില്ല, പോലീസ് സ്റ്റേഷനിൽ കയറാനും ഞങ്ങൾ മടിക്കില്ല, അതുകൊണ്ട് തന്നെ കൃത്യമായി സൂക്ഷിച്ചു വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ എന്ന് അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഇങ്ങനെ കൃത്യമായി പോലീസുകാർക്ക് നേരെയുള്ള ഒരു ഭീഷണിയാണ് മുഴുവനായും ഈ ഒരു പ്രസംഗത്തിൽ ഉള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ചില സംഭവങ്ങൾ ഉണ്ടായത്. തിരൂരങ്ങാടിയിലെ ചില ലീഗ് പ്രവർത്തകരുടെ വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ലീഗ് പ്രവർത്തകർ ഒന്നടങ്കം ഇതിനെതിരെ രംഗത്ത് വന്ന്, യൂത്ത് ലീഗ് പ്രവർത്തകർ അടക്കം രംഗത്ത് വന്ന് പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് അടക്കം നടത്തിയത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ UA തിരൂരങ്ങാടി മണ്ഡലം പ്രസിഡന്റ് ഇത്തരത്തിൽ പോലീസുകാർക്കെതിരെ കടുത്ത ഭാഷയിൽ ഒരു ഭീഷണി പ്രസംഗം മുഴക്കിയിരിക്കുന്നത്. രോഹിണി, ശരി, ശിവദാസ് കന്മനമാണ് വിവരങ്ങൾ നൽകിയത്.